2004 ബാച്ച് MBBS അഥവാ 48ാം ബാച്ച് അറിയപ്പെടുന്നത് ഒരു ഇന്റർ ബാച്ച് പോലും ജയിക്കാത്ത ബാച്ചായിട്ടല്ല, മറിച്ച് 47 ബാച്ചുകളും പരിശ്രമിച്ച് സാധിക്കാതെ പോയ ബ്ലഡ് വലി എന്ന പ്രാകൃതമായ പരിപാടി അവസാനിപ്പിച്ച ബാച്ചായിട്ടാണ്. 2 ഘട്ടത്തിലായി നടന്ന സമരം അങ്ങനെ 2010 ജൂലൈ 26-ലാണ് വിജയം കാണുന്നത്. 3 ദിവസം നീണ്ടുനിന്ന ആദ്യഘട്ട സമരം നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരുവനോ ഒരുവളോ പ്രിൻസിപ്പാളിനെ നേരിട്ട് കണ്ട് സമരം അനാവശ്യമാണെന്ന് ബോധിപ്പിക്കുകയും അതുവഴി അത് പൊളിയുകയുമായിരുന്നു. ആ ഒരാൾ ആരാണെന്നോ എന്തിനു വേണ്ടിയായിരുന്നോ എന്നത് ഇപ്പോഴും ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു. ആടാ ഗപ്പി, എന്താ പരിപാടി? റീയൂണിയനൊക്കെ സെറ്റല്ലേ? ആ കുഴപ്പമില്ലടാ, അങ്ങനെ പോകുന്നുണ്ട്. എന്തു പറ്റി? എന്താണ് നീ ചടച്ചിരിക്കുന്നേ? എടാ ഒന്നുമില്ലടാ, നമ്മുടെ ഹൗസ് സെയിൻസ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ പ്രിൻസിപ്പൾ ഇല്ലേ, ജോസഫ് സാറിപ്പോൾ എന്തോ സ്റ്റേജ് CA ഒക്കെ ആയിട്ട് കിടപ്പിലാണല്ലോ. സാറിനെ ഇന്നലെ കണ്ടിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ആള് ലേശം ക്രിട്ടിക്കലാണ്. എന്നിട്ട് നമ്മുടെ ബ്ലഡ് വലി സമരം നിനക്ക് ഓർമ്മയുണ്ടോ? ആദ്യത്തേത് പൊളിഞ്ഞ സമരം. നമ്മുടെ ആരോ തന്നെ നമുക്കിട്ട് പണി തന്ന അതല്ലേ? അത് തന്നെ. സാറ് അതിനെ കുറിച്ച് എടാ അളിയാ ഗപ്പി, എന്തായി നമ്മുടെ പരിപാടി? അല്ല നടക്കോടി, ഇപ്പൊ ശരിയാവും. അല്ല കഥ എന്താ വേണ്ടേ? നമുക്കേ വേദനിക്കുന്ന ഒരു ഓങ്കോസേഷൻ വേൾഡ് ഫേമസ് ആവാൻ വേണ്ടി ഒരു വ്ളോഗർ ആവുന്ന കഥ നല്ല ഫ്രഷ് ആയിട്ടാണ്, തകർക്കും. അയ്യടാ അത് വേണ്ട. നമുക്ക് ഹൗസ് MD പോലത്തെ ഒരു ഫിസിഷ്യൻ അങ്ങ് മണലാരണ്യത്തിൽ ടഫ് കേസസ് ഡയഗ്നോസ് ചെയ്യുന്ന നല്ല കിണ്ണം കാച്ചി റൈറ്റ് ഇറക്കിയാലോ? കാച്ചി ഐറ്റം നീ അങ്ങ് വാങ്ങി വെച്ചാൽ മതി. എന്നാ പിന്നെ മൂക്കുകൂടി കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്ന ENT സർജൻ ഓസ്കാർ കിട്ടുന്ന ഐറ്റം ആക്കിയാലോ? അതൊന്നും വേണ്ട, എൻ്റെ നല്ലൊരു ഐറ്റം ഉണ്ട്, നല്ല ഫ്ലോ. എന്നാ പിന്നെ ഞാനും കൂടി കൂടാം. എന്നാ പിന്നെ നല്ല ഫ്ലോപ്പ് ആയിക്കോളും. എടാ നമ്മുടെ സ്കിറ്റിന്റെ കുഴപ്പമില്ലടാ, നായകന്റെ കുഴപ്പമാ. എടാ ഈ ചെങ്ങായിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലടാ ഈ ചങ്ങ എന്താ ഇവിടെ കുറെ നേരമായിട്ട് പെന്നും പേപ്പറും പിടിച്ചിരിക്കുന്നത്? അതല്ല, നിങ്ങളെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതിയെടുക്കാം, എനിക്ക് വേണമെങ്കിൽ റോൾ കിട്ടാലോ. എടാ ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. നവ്യയും ടീംസും കൂടി ഒരു നല്ല അടിപൊളി സോങ്സ് പ്രൂഫ് ഇറക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. എടാ നിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, നീ ഒന്ന് വിളിച്ചു നോക്ക്, എങ്ങാനും ചാൻസ് കിട്ടിയാലോ? വേണോ? നീ ചോദിച്ചാ ആരെങ്കിലും നോ പറയോ? എടാ നീ ചോദിച്ചാ നോ പറയും. അതും ശരിയാ. ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ അല്ലേ. ഹലോ ഹലോ നവ്യ, തിരക്കണോ? അല്ല പറഞ്ഞു ജിബിൻ. അല്ല എന്തായി നിങ്ങളുടെ പരിപാടി? എന്തായി സോങ്സ് പ്രൂഫ് ഒക്കെ? തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നു, ലാസ്റ്റ് സ്റ്റേജിലാണ്. ആണോ? ഞാനും അബ്ദുവും വൈസലും വേണമെങ്കിൽ അഭിനയിക്കാൻ വരാട്ടോ. ഇത് സോങ്സ് പ്രൂഫിലോ? സോങ്സ് പ്രൂഫില് നിങ്ങളുടെ ചളി സ്കിറ്റില്ലേ? ആണോ? ഉണ്ടോ? പോരെ, ഞങ്ങളുടെയും കൂടി കേറി ചളി അടിക്കണോ? വേണ്ടല്ലേ? വേണ്ട. ഓക്കെ എന്നാ ശരി. ശരി ശരി ശരി. എടാ എന്തായി? അതെന്തോ ചെറിയ തട്ടിക്കൂട്ട് ഐറ്റം. നമ്മളെ പോലെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അതിൽ സ്പേസ് ഇല്ലാന്ന്. പാവം നവ്യ. അല്ലെങ്കിൽ നവ്യ മുത്താണ്, ഉള്ള ആരും ഉള്ള പോലെ അങ്ങ് പറയും. എടാ സ്കിറ്റ് ഒന്നും സെറ്റ് ആവും തോന്നുന്നില്ല, നമുക്ക് വല്ല ഡാൻസും പിടിച്ചാലോ? എന്നാ ഞാൻ ലില്ലിയനെ ഒന്ന് വിളിച്ചോട്ടെ. ഇവൻ വിളിച്ചാൽ നടന്ന തന്നെ. ഹലോ എടാ അതെ തിരക്കാ? അല്ലല്ല പറ കേപ്പി. അതെ നിങ്ങൾ കോൺവെക്കേഷന്റെ ഡാൻസ് എന്തായി? കോൺവെക്കേഷനിലെ റീയൂണിയന്റെ ഡാൻസ് എന്താടാ? ഞങ്ങളെ തട്ടിക്കൂട്ടുന്നുണ്ട് വരണം. അതെ, എനിക്കും ഫൈസലിനും അബ്ദുള്ളക്കും കളിക്കാൻ പറ്റുന്ന ചെറിയ ഡാൻസ് വല്ലതും എന്തെങ്കിലും ഉണ്ടോ? സ്റ്റെപ്സ് ഒക്കെ ഉള്ളത്? പിന്നല്ലാതെ ഉറപ്പല്ലേ, ശരിയാക്കി തരാം. ഉണ്ടെങ്കിൽ നീ ഒന്ന് അതിന്റെ സ്റ്റെപ്സും സാധനങ്ങളൊന്നും അയച്ചു തരുമോ? നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാനായിരുന്നു. അയച്ചു തരാം. എന്റെ അമ്മേ, എന്തുവാടേ ഇത്? കണ്ടിട്ട് തന്നെ കൈയും കാലും വിറയ്ക്കുന്നു. എടാ ഇവൾക്ക് ഇവളുടെ കെട്ടിയവനൊക്കെ പ്രാന്താന്ന് തോന്നുന്നു. അല്ലട കയസ് എന്തോ മെഹഫില മെഹന്തിയ മന്തിയ എന്തോ ഒരു കോപ്പുണ്ടെന്ന് പറഞ്ഞേ, അതിന് പോയാലോ? എന്റെ പൊന്നോ, ഇന്നലെ ഒരു പാട്ട് റിഹേഴ്സലേട്ടെ എന്നും പറഞ്ഞ് രാത്രി വീട്ടിൽ കയറി വന്നിട്ട് മൃദംഗം, തബല എന്ന് വേണ്ട കരോക്കെ ബോക്സും ഹാർമോണിയം പെട്ടിയും എന്തൊക്കെയോ സെറ്റാക്കി അവസാനം കോളനിക്കാർ പോലീസിനെ വിളിപ്പിച്ചിട്ടാ ഒന്ന് ഇറക്കി വിട്ടെ. നീ വേറെ എന്തെങ്കിലും സെറ്റാക്കി?
പ്രോഗ്രാം കമ്മിറ്റി അവരെ ഏൽപ്പിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. രാവിലെ തൊട്ട് രാത്രി വരെ മെസ്സേജാണ്. എടാ നമുക്കല്ലേലും സ്കിറ്റൊക്കെ സെറ്റ് ആവുള്ളൂ. നമ്മുടെ ബാച്ച് ബ്ലഡ് വലി നിർത്തിയ ബാച്ച് ആയിട്ടല്ലേ അറിയപ്പെടുന്നത്. നമുക്ക് അത് വെച്ച് പിടിച്ചാലോ? ബ്ലഡ് വലി അതൊന്നും ശരിയാവില്ലടാ. അതെന്നാ ശരിയാവത്തെ? അത് ഭയങ്കര സീരിയസ് പരിപാടി അവിടെ. നമ്മുടെ ഫസ്റ്റ് സമരം ഒരുത്തൻ വന്ന് ചതിച്ച് മുടക്കിയില്ലേ, അവനെ തപ്പി പോകുന്നാക്കിയാലോ? അതൊക്കെ നല്ല ബോറാവൂടാ. എന്ത് പോറ്, അത് തന്നെ മതി. ആ കൂറ തീമൊക്കെ ആണെങ്കിൽ ഞാനില്ല ഏട്ടാ, കാര്യം പറഞ്ഞേക്കാം. എന്താ നീ ഇല്ലാത്തെ? എടേ എന്തുവാടേ ഇത്? അവനെന്താ ഇല്ലാത്തേന്ന് അവൻ പറയട്ടെ. ഞാനിപ്പോ എന്ത് പറയാനാ? ജോസഫ് സാറിനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. സാർ എന്നോടെല്ലാം പറഞ്ഞു. എടാ എന്തൊക്കെയാടാ ഈ നീ പറയണ? എടാ ഇവനാ, നമ്മളെയൊക്കെ അന്ന് ചതിച്ച ആ ഹൗസേ ഇല്ലേ, അത് ഇവനാ. എടാ അബ്ദുള്ള, എടാ നീ? അതേടാ ഞാൻ തന്നെയാ പൊളിച്ചത്. എടാടാ നിനക്കൊക്കെ അതൊരു വേറൊരു ബ്ലഡ് വലി മാത്രമാണ്. പക്ഷെ എനിക്കത് അങ്ങനെയല്ല. എനിക്ക് അവളെല്ലാം മരുന്നടാ, എനിക്കെല്ലാം മരുന്നടാ അവള്. அவள் அப்படி ஒன்றும் அழகில்லை, அவளுக்கு யாரும் இணையில்லை. அவள் அப்படி ஒன்றும் கலரில்லை, ஆனால் அது ஒரு குறையில்லை. அவள் அப்படி ஒன்றும் அழகில்லை, அவளுக்கு யாரும் இணையில்லை. அவள் அப்படி ஒன்றும் கலரில்லை, ஆனால் அது ஒரு குறையில்லை. அவள் பெரிதாய் ஒன்றும் படிக்கவில்லை, அவளை படித்தேன் முடிக்கவில்லை. அவள் உடுத்தும் உடைகள் பிடிக்கவில்லை, இருந்தும் கவனிக்க மறக்கவில்லை. ഡോക്ടർ എന്നെ വിളിച്ചോ? നീ എത്തിയാ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോക്കോ, ഈ ഡ്രസ്സിങ് ഞാൻ ചെയ്തോളാം. നീ കേൾക്കുട്ടി നോക്ക്. ഇതെന്താ? സാർ ഈ പേഷ്യന്റ് കൊടുക്കാനുള്ള ടാക്സി വേണം. അത് ഞാൻ പ്രിപ്പയർ ചെയ്തോളാം. സാറോ? അതിനെന്താ? ഇത് കലങ്ങിയില്ല. നല്ലോണം കളിക്കിട്ട് ഒന്നും കൂടി എടുക്കട്ടെ. ഇപ്പൊ വേണ്ട സാറേ, പിന്നെ മതി സാർ. സാർ ഇപ്പൊ അങ്ങനെയൊക്കെ പറയും, തേനാണ് കരളാണെന്നൊക്കെ. പക്ഷെ അവസാനം സാർ ഡോക്ടറെ തന്നെയല്ലേ മാരി ചെയ്യാ? ഒന്ന് പോടി അവിടുന്ന്. എന്റെ പേടി നിന്നേക്കാളും കളർ കുറവാന്ന് പറഞ്ഞിട്ട് നീ എന്നെ ഒഴിവാക്കുമെന്നാ? ഒന്ന് പോ സാറേ, ഹൈറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കുമെന്ന് എന്റെ പേടി. പോണവളെ മാനത്തെ പൊൻവയലി, നക്ഷത്ര പൊൻവയലി, പൊന്നരിവാളുകൊണ്ട് കൊയ്യുവാൻ പോണവളെ, കള്ളിപ്പെണ്ണി കറുമ്പിപ്പെണ്ണി, കള്ളിപ്പെണ്ണി കറുമ്പിപ്പെണ്ണി, നിലുകയാൻ നിന്റെ ഒപ്പം ഞങ്ങളും പോരട്ടെ, നിലുകയാൻ നിന്റെ ഒപ്പം ഞങ്ങളും പോരട്ടെ.
അങ്ങനെ എൻ്റെ മാവ് പൂത്ത് വരുന്ന സമയത്തായിരുന്നു HSCയുടെ ബ്ലഡ് വലി സമരം വന്നത്. അങ്ങനെ ബ്ലഡ് വലിയുടെ ആദ്യത്തെ സമരം കൊടുമ്പിരി കൊണ്ടുവന്നു. പക്ഷേ ഹായ് വയൽസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നിങ്ങൾ വലിയ ഡോക്ടർമാരല്ലേ, നിങ്ങൾക്ക് ബ്ലഡ് വലിക്കാനൊന്നും പറ്റില്ലല്ലോ. ഓ, അപ്പോഴേക്കും മണക്കായോ? ഒരു കാര്യം, അത് ഞാനല്ല, ഈ HSA വെറുതെ. എനിക്ക് ജോലിയുണ്ട്, ഒന്നും പറയണ്ട, സാറ് ചെല്ല്. അത് ഞാനൊരു ഓർഗനൈസേഷൻ്റെ പാട്ടൊക്കെ ആകുമ്പോൾ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്, സാറ് ചെല്ല്. ഇങ്ങനെ ടഫാകാതെ. നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന്? ചെല്ലിപ്പെടുത്താ, ചെല്ല്. അല്ല പിന്നെ എടാ ഇതിന്റെ ബാക്കി എവിടെ? അളിയ നിന്റെയിലല്ലേ ഇതിന്റെ റെക്കോർഡിങ് ഞാൻ തന്നേ. എന്റെ കയ്യിലാ. എപ്പാ? എടാ അപ്പൊ ഇതും ഫ്ലോപ്പ് ആയില്ലേ? പ്രോഗ്രാം കമ്മിറ്റിയും നാട്ടുകാരും ഓടി വരുന്നുണ്ട്. അളിയാ വിട്ടോടാ.